അപ്പോൾ ഇന്നത്തെ ഫുഡായിട്ട് പോവാണ്. ഇന്ന് സ്പെഷ്യൽ ഇന്നലെ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഇന്ന് കപ്സയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കപ്സയാണ്. പിന്നെ നമ്മൾ കൂടുതൽ ആൾ കാണുന്നുണ്ടല്ലേ, അതായത് അറിയാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങളോട് പറയാതെ ആരാണെന്നുള്ളത്. അപ്പോൾ അവരുടെ വീഡിയോ ഒന്ന് വരുന്നുണ്ട്, അതും കൂടി എല്ലാവരും മറക്കാതെ കാണണം. അപ്പോൾ ഇതും കൂടി ഒന്ന് കയറിയിട്ട് കാണണം. ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. പിന്നെ എനിക്ക് പറയുന്ന കാര്യം, ഞാൻ ഈ സമയത്ത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവരുടെ വീഡിയോസ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇവരെ ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിൽക്കണം. ഒരു തടസ്സം കാരണം ഒരു 5-6 ദിവസം വൈകി പോയി. എങ്കിലും ഇവരുടെ ഈ ടീമിന്റെ ഈ വർക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങളിതൊക്കെ കൊടുക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഇവരെന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഇവരെ എന്ത് ചെയ്യുക, ഇതിലേക്ക് എത്തിക്കുക. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനി ഒരുപാട് വരാനുണ്ട്, വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ഈ സംസാരം കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എൻ്റെ കൂടെ ആരാണിപ്പോൾ ഉള്ളതെന്ന്. ഇവരറിയാത്തവർ എന്തായാലും കോഴിക്കോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, അതൊന്ന് കയറി നോക്കണം കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫുഡ് സർവിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ചിക്കൻ കപ്സ് അല്ലേ, നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. അതെ അതെ അല്ലേ, ഫാമിലി ഫുഡ് എല്ലാവർക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തത് ജംഷീറാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടീവായിരുന്നു. ആളുടെ സപ്പോർട്ടീവ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു ആൾ എല്ലാ കാര്യങ്ങളും. എന്നൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ പേജിലുണ്ട്, മറക്കാതെ കാണണേ. ഭക്ഷണം നേരത്തെ കഴിച്ചു വന്നില്ലല്ലേ, രാവിലെ കഴിച്ചില്ല, ഇപ്പോഴാണ് കഴിക്കുന്നത്. സന്തോഷമല്ലേ? ഞാൻ എന്ത് വേണോ, ആവശ്യം എന്തെങ്കിലും ഒന്നും വേണ്ട. എന്താ ചോദിച്ചു ഇവിടെ നിങ്ങൾ എവിടെ വരുന്നത്? എറണാകുളം. ഇവിടെ എന്തിനാ വന്നേ? അതെ അല്ലേ, രാവിലെ കഴിച്ചില്ല അല്ലേ? പണിയൊക്കെ ഉണ്ടോ? പണിയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഫുഡ് കൊടുക്കാണ്. എന്തായാലും നമുക്ക് വേറെ അടുത്ത ഏരിയ നമുക്ക് അവിടെ അയ്യോ അടുത്ത ട്രിപ്പ് കൊണ്ടുണ്ടാവില്ല അല്ലേ? നിറയെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവിടെ. ഉമ്മ എന്താ സ്ഥിതി? നമ്മൾ ഇനി ഫുഡ് കൊണ്ടുവരോ? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഫുഡ് തികയും എന്നാണ് അവർ പറയുന്നത്. കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ഒരു ബേജാറൊക്കെ തോന്നുന്നുണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ചെമ്പ് നിറയെ കൊണ്ടുവന്നിട്ടും ആൾക്കാർക്ക് തികഞ്ഞ് മോശമല്ലേ? അമ്മ എങ്ങനെയുണ്ട്? ഇന്ന് ആൾക്കാർ അധികമാണോ കുറവാണോ? കൂടുതലുണ്ട് അല്ലേ? ചൂടുണ്ടാവും. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്താ സ്ഥിതി? രണ്ടാമത് കൊടുക്കാൻ കഴിയും? അതെ അല്ലേ? ആ അതെ അതെ. അല്ല ഫുഡ് എനിക്ക് സ്മെല്ല് കേട്ടപ്പോൾ ഇഷ്ടമായി. എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ അതെ അതെ. ഓക്കെ, നിങ്ങളെ ചെമ്പ് കാലിയായി. അപ്പോൾ ഇതുപോലെ എൻ്റെ കൂടെ കൂടി നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ജംഷീറിൻ്റെ അക്കൗണ്ട് ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, അതും കൂടി ഒന്ന് കയറി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.